ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനിന്ന് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു കുട്ടി വ്ളോഗാണ്. അതായത് ഇന്ന് സൺഡേ ആണ് കേട്ടോ. കാരണം കഴിഞ്ഞ സൺഡേസിലൊന്നും എനിക്ക് ഒഴിവുണ്ടായിരുന്നില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാകുമ്പോൾ സൺഡേസിലൊക്കെ ഒഴിവ് കുറവാണ്. അവിടെ വർക്കിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് സൺഡേസിലും വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. ഭയങ്കര ബിസിയാണ്. പിന്നെ എനിക്ക് ഭയങ്കര മടിയൊക്കെ പിടിച്ചിരിക്കണം. ഒരു ദിവസം ഒഴിവ് കിട്ടുകയാണെങ്കിൽ വീഡിയോ ചെയ്യാൻ ഒന്നിനും മടിയായിട്ടിങ്ങനെ വീട്ടിലിരിക്കുക, പിന്നെ മോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ സമയം പോയി പോണതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം രാവിലെ സൺഡേയിലൊന്ന് അമ്മയുടെ കൃഷി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതിലൊക്കെ പയറൊക്കെ ഉണ്ടായിരിക്കുന്നു. പിന്നെ അമ്മ വിചാരിച്ചു പയർ പൊട്ടിക്കാൻ പോകാൻ ആ വഴിക്കൊക്കെ പുല്ലൊക്കെ കുറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അമ്മ വെട്ടിക്കളയാൻ. അപ്പോൾ ആദൂനാണെങ്കിൽ ഇതൊക്കെ നമ്മളെന്ത് ചെയ്യണോ അതൊക്കെ അവനും ചെയ്യണം. അപ്പോൾ അവന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെട്ടത്തേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചില്ലാണ് നമ്മുടെ അടുത്തേക്ക് കേട്ടോ. അപ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം വരും എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പം അത് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കോൾ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ ഏട്ടൻ ഒന്ന് വർക്കിന് പോയി. സൺഡേസിലാണ് ഏട്ടന് കൂടുതലും വർക്ക് ഉണ്ടാവാറ്. അപ്പം ഞങ്ങളെന്നാൽ അതൊക്കെ മോന് കളിക്കാൻ കൊടുക്കാമെന്ന് ഓർത്തിട്ട് മോൻ്റെ ടോയ് ടൈപ്പാണ് ഒരു സാധനം കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ കൃഷിയൊക്കെ കണ്ടിട്ട് കൃഷിയൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. പിന്നെ അവന് ഈ കത്തിയൊന്നും കളിക്കാൻ കൊടുക്കാത്ത കാരണം അവൻ വാശി പിടിച്ചു. അപ്പോൾ അവൻ്റെ വാശി മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവനെ കൈ പിടിച്ചിട്ട് നിന്നതാണ്. അപ്പോഴേക്കും ഫ്ലിപ്കാർട്ടിലെ ചെക്കൻ മീൻസ് അയാളെ എക്സിക്യൂട്ടീവ് നമ്മുടെ പ്രൊഡക്റ്റായിട്ട് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. അങ്ങനെ ആറ്റി നൂറ്റി കുറേ ദിവസം കാത്തിട്ട് വരികയാണ് കേട്ടോ അത്. പിന്നെ എന്താ പറയുക, അതായത് ഞാൻ വർക്കിന് പോകുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കാം, വ്ളോഗ് ചെയ്യാം, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നൊക്കെ എപ്പോഴും വിചാരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ധൃതിയിൽ ഇപ്പം നേരത്തെ എണീച്ചിട്ടൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ എനിക്ക് അന്ന് തീർച്ചയായിട്ടും ബസ് മിസ്സാവും. അങ്ങനെ നേരെ വൈകിട്ട് ഓടിപ്പടഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാറില്ല. ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വർക്കിലേക്ക് വേഗം കയറണം. പിന്നെ മീറ്റിംഗ് ഉണ്ടാവും, ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ തിരക്കായി പോകും. പിന്നെ ടാർഗറ്റുള്ള വർക്കാണ്. അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ മാനേജർ നല്ല പുഞ്ചിരി മുഖമൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ആ സാധനം കൈ കിട്ടിട്ടോ കൊണ്ടുവന്നപ്പോൾ അതിനത് കാണാനുള്ള ആകാംക്ഷയിൽ അവൻ എന്നെ വിളിച്ച് കൊണ്ടുപോവുകയാണ് അകത്തിരുന്നിട്ട് സ്വസ്ഥമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ക്യാമറയ്ക്ക് അവിടെ സെറ്റ് ചെയ്യുമ്പോഴേക്കും അവൻ ക്യാമറ എടുക്കാൻ വന്നു. പിന്നെ അവൻ്റെ അടുത്ത് നിന്ന് ക്യാമറ എടുത്തിട്ട് അത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മേനെ കൊണ്ട് അതങ്ങനെ എടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യണം, അൺബോക്സിങ്. അത് നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ നോട്ടം മുഴുവൻ ആ കത്രികയിലാണ്. കാരണം അവന് കത്രികയൊന്നും കളിക്കാൻ കൊടുക്കാറില്ലല്ലോ. അപ്പോൾ കത്രിക കണ്ടപ്പോൾ അവൻ അതെങ്ങനെ കൈക്കലാക്കാം എന്നുള്ളതായിരുന്നു അവിടെ ലക്ഷ്യം. അവൻ അതറിയാതെ ഞാൻ ആ കത്രിക അവിടെ വെച്ചു. അവനതെടുത്തിട്ട് ഓടി. പിന്നെ അവൻ്റെ പിന്നാലെ പോയിട്ട് ആ കത്രിക മേടിച്ച് വെച്ച് വീണ്ടും ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ മടക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഉണങ്ങിയ തുണികൾ കൊടുന്ന് വെച്ചിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഇവിടെ അടിച്ചു വാരാനും കണ്ട് കുറേ പണികളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇതൊക്കെ എടുത്തൊന്ന് അൺബോക്സിങ് കാണിച്ചിട്ട് പിന്നെ എൻ്റെ സാധാ വർക്കിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വാങ്ങിയ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടേ. ഇതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പക്ഷേ എനിക്ക് പറ്റിയൊരു അമ്മളി എന്താ വെച്ചാൽ ഞാൻ കുറേ നേരം ചാർജ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഓണാക്കുമ്പോൾ ഓണാക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. ഇത് കുത്തി വെച്ചിട്ട്, അതായത് പ്ലഗ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണെന്നുള്ളത്. അതുപോലെ എനിക്ക് അറിയില്ലായിരുന്നു കേസ് എടാ, എനിക്ക് അതുകൂടി അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിൽ ബാറ്ററി ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ പവർ ബാങ്ക് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം ഞാൻ പവർ ബാങ്ക് ഇപ്പോൾ ഏട്ടൻ വർക്കിനപ്പോൾ കൊണ്ടുപോയിരിക്കണം. ഏട്ടന് മാത്രമേ പവർ ബാങ്ക് ഉള്ളൂ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഇനി അത് പ്ലേ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ഏട്ടൻ വർക്കിന് പോകുന്ന സമയത്ത് തന്നെ എഡിറ്റ് ചെയ്തിട്ട്, അപ്പോൾ വേറൊരു ദിവസം അത് മോൻ പ്ലേ ചെയ്യുന്നത് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ മോനിതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ടോയ്സ് എൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിയെന്നുള്ള സാറ്റിസ്ഫാക്ഷനെക്കാട്ടി കൂടുതൽ എനിക്ക് ജോലി ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മോൻ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ ഞാനിങ്ങനെ നോക്കി വയ്ക്കും, അത് മേടിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. അപ്പം ഞാനതിങ്ങനെ നോക്കി വെച്ച് സേവ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് മന്ത് ഇത് മേടിച്ച് കൊടുക്കണം, അങ്ങനത്തെ ഡ്രീമാണ് എനിക്ക് കുട്ടിക്കാലത്തൊന്നും സ്വപ്നങ്ങളേ ഉണ്ടായിരുന്നില്ല കേട്ടോ.
അവനതൊക്കെ കളിക്കട്ടെ, അവൻ സ്വപ്നം കാണട്ടെ, അവൻ ഓരോന്നും ആഗ്രഹങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം കൊണ്ടായിരുന്നു, ഒരു വീട് വെക്കണം എന്നുള്ള സ്വപ്നമില്ല, വലുതാകുമ്പോഴും ഇല്ല, ഒന്നുമില്ല, ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകും. അതല്ല, സ്വപ്നങ്ങൾ ഉണ്ടാവണം, ആഗ്രഹങ്ങൾ ഉണ്ടാവണം, അതൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതൊക്കെ കണ്ട് അവൻ പ്രാക്ടീസ് ചെയ്യട്ടെ. അവൻ്റെ മനസ്സിൽ എന്താ പറയുക, അവൻ്റെ ബ്രെയിനിൽ കൂടുതൽ മോഹങ്ങൾ വരട്ടെ. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ അതൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുള്ളൂ എന്നൊരു തോന്നൽ. എൻ്റെ ഉള്ളിൽ അതൊന്നും ഉണ്ടാകുന്നത് ഞാൻ എന്താ പറയുക, അങ്ങനെ ഞാൻ കുട്ടിക്കാലത്തൊന്നും ഒരു കളിപ്പാട്ടത്തിലേക്ക് നോക്കുകയോ ആഗ്രഹിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുട്ടിക്കാലം സത്യമല്ലേ? അതാ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ടത്. എനിക്ക് വലുതാകുമ്പോഴും എനിക്കില്ല എന്നൊരു സാധനം വേണം എന്നുള്ളൊരു സ്വപ്നം എനിക്കുണ്ടായിട്ടില്ല. അതെന്തുകൊണ്ട് എൻ്റെ തലയിൽ അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവാതെ പോയതെന്ന് ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ തൊട്ടാണ് എനിക്കത് വന്നു തുടങ്ങിയത്. അപ്പോൾ അവന് നേരത്തെ ആഗ്രഹങ്ങൾ വരട്ടെ എന്ന് ചിന്തിക്കുകയാണ്. ഓക്കെ, ബൈ.